PSC ഇതിനു മുമ്പ് നടത്തിയിരിക്കുന്ന പ്രീവിയസ് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. വരുന്ന പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ഓരോ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ ബിയിൽ പെറ്റർലൂ കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ സിയിൽ ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം, ഓപ്ഷൻ ഡിയിൽ പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, പെറ്റർലൂ കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം എന്നതാണ് തെറ്റായി കൊടുത്തിരിക്കുന്ന ജോഡി. പെറ്റർലൂ കൂട്ടക്കൊല ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഓപ്ഷൻ എയില് ചങ്ങനാശ്ശേരി, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി ഇരവിപ്പേരൂർ, ഓപ്ഷൻ ഡി എറണാകുളം. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇരവിപ്പേരൂർ എന്നാണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ ആരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതെന്ന് വെച്ചാൽ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനാണ്. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന അഖില കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരാണ്? ടി കെ മാധവൻ, ടി പ്രകാശം, കെ കേളപ്പൻ, ജി പി പിള്ള എന്നിങ്ങനെയാണ് ഓപ്ഷൻ ഉള്ളത്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കെ കേളപ്പനാണ്. 1947 കെ കേളപ്പന്റെ നേതൃത്വത്തിൽ അഖില കേരള കൺവെൻഷൻ നടന്നത് എവിടാന്ന് വെച്ചാൽ തൃശ്ശൂരിൽ വെച്ചിട്ടാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, ഫസൽ അലിയാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എച്ച് എൻ കുൻസ്രു, കെ എം പണിക്കർ എന്നിവരും ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി ആരെന്ന് ചോദിച്ചാൽ കെ എം പണിക്കറാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ചേരുംപടി ചേർക്കുക. ദേശീയ സമരകാലത്തെ പത്രങ്ങൾ, നേതാക്കൾ. ബംഗാളി എന്ന് പറയുന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് രണ്ടുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത്. നമ്മുടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എയിൽ ഒഴികെ ബാക്കി ഒരു ഓപ്ഷനിലും എ എന്ന് പറയുന്നത് രണ്ടുമായിട്ട് യോജിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടെ പത്രമാണ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷിന്റെ പത്രമാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ പത്രമാണ്. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തതേത്? കേരള ജ്യോതി, കേരള രത്നം, കേരള പ്രഭ, കേരളശ്രീ എന്നിവയാണ് ഓപ്ഷനിലുള്ളത്. ഇവിടെ കേരള രത്നമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നിവയാണ് കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടുന്നത്. പാമലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. മണിപ്പൂരാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. പാമലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം മണിപ്പൂരാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നുമാണ് വീശുന്നത്. കോറിയോലിസ് ബലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് രണ്ട് പ്രസ്താവനകളും ശരി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ഓപ്ഷൻ എ ആണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത് എന്നും ഓർത്തിരിക്കുക. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? ശൃംഖലാ വിശകലനം, ആവൃത്തി മേഖല, ആവൃത്തി വിശകലനം, ഓവർലേ വിശകലനം എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓവർലേ വിശകലനം എന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. രചനാ ദോബ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എയില് ബിയാസ് രവി നദിക്കിടയിൽ, ഓപ്ഷൻ ബിയില് രവി ചിനാബ് നദിക്കിടയിൽ, ഓപ്ഷൻ സിയില് ചിനാബ് ചലം നദിക്കിടയിൽ, ഓപ്ഷൻ ഡിയില് ബിയാസ് സത്ലജ് നദിക്കിടയിൽ. ഇവിടെ ഓപ്ഷൻ ബി ആണ്, രവി ചിനാബ് നദിക്കിടയിലാണ് രചന ദോബ് സ്ഥിതി ചെയ്യുന്നത്. താപ്പി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് സൂറത്ത്. താപ്തിയുടെ തീരത്താണ് ഗുജറാത്തിലെ സൂറത്ത് സ്ഥിതി ചെയ്യുന്നത്. കൊങ്കൺ റെയിൽ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്? കാർബൂഡെ എന്നതാണ് ഉത്തരം. കർബൂഡെ.
ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി? നമ്മുടെ PC മഹലനോബിസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, ചില്ലറ വില എന്നതാണ്. ചില്ലറ വിലയിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്. സെൻസസ് എന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം എന്തിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണെന്നാണ് ചോദ്യം. അപ്പൊ അവിടെ നിക്ഷേപം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? കാർവേ കമ്മിറ്റിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1995 ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് കേരളത്തിലാണ്. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 111. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2024 105 ഇന്ത്യയുടെ സ്ഥാനം. മൊത്തം 127 രാജ്യങ്ങളുണ്ടായിരുന്നു, അതിൽ 105 സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം? ഇതില് തുംഗം കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്. ബൽവത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി 1, 3, 4 നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റിലാണോ, സ്റ്റേറ്റ് ലിസ്റ്റിലാണോ, അവശിഷ്ട അധികാരങ്ങളിലാണോ, കൺകറന്റ് ലിസ്റ്റിലാണോ? ഓപ്ഷൻ സി, അവശിഷ്ട അധികാരങ്ങളാണ്. അടുത്തത്, ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ആര്? ജനങ്ങൾ നേരിട്ട്, പാർലമെന്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ, പാർലമെന്റിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. നോമിനേറ്റഡ് അംഗങ്ങൾ ഈ ഒരു കൊളീജിയത്തിൽ ഉൾപ്പെടുന്നില്ല. താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ വക്കം പുരുഷോത്തമൻ, കെ മുരളീധരൻ, പി ശ്രീരാമകൃഷ്ണൻ, സി രവീന്ദ്രനാഥ്. 1, 3 ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് 23, ഓപ്ഷൻ സി. അടുത്തത്, പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? പാർട്ട് 2 സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടത്. താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. തെറ്റാണ്, 6 വർഷത്തേക്കാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല, പക്ഷെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. കേരളത്തിൽ നിന്ന് 9 പേരെ തെരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ രാജ്യസഭാ സീറ്റ് 9 ശരിയാണ്. അപ്പൊ ഒന്നെന്താണ്? തെറ്റാണ്. 1 തെറ്റാണ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് നോക്കുക. 3 തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ നിന്ന് 9 പേരെ തെരഞ്ഞെടുക്കുന്നു എന്നത് ശരിയാണ്. 3 ശരിയാണ് എന്ന് പറഞ്ഞാലോ? ഒന്നാമത്തെ തെറ്റാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1, 3 ശരി എന്ന് പറയുമ്പോൾ തന്നെ 1 തെറ്റാന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. അപ്പൊ അത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അത് തെറ്റാണ്. അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത്. അതും തെറ്റാണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനയെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായി തിരഞ്ഞെടുക്കുക. രണ്ടും തെറ്റെന്നാണ് വേണ്ടത്. ഓപ്ഷൻ ഡി ആണ് 26 ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. N. ഗ്ലാഡന്റെ വാക്കാണത്. അത് ശരിയാണ്. ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണത്തിന്റെ ഭാഗമാണ്. തെറ്റാണ്. ഗവൺമെന്റ് ഇതര എന്ന് പറഞ്ഞോടെ അത് തെറ്റിപ്പോയി ആ സ്റ്റേറ്റ്മെന്റ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. അത് ശരിയാണ്. 1, 3 ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. 1, 3 ഓപ്ഷൻ ബി ആണ് 27 ചോദ്യത്തിന്റെ 1, 3 കേട്ടോ. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി ആണ് 1, 3. അടുത്തത്, സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സെയിൽ ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇതെല്ലാം എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന വിജിലൻസ് ഓഫീസുകളിലെ അഴിമതിയെ സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നു. അതും ശരിയാണ്. വിജിലൻസ് കേസുകളെ തീർപ്പ് കൽപ്പിക്കുന്നത് ഹൈക്കോടതിയാണ്. അതിന് പ്രത്യേക വിജിലൻസ് കോടതികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ 2 തെറ്റാണ്. വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണറാണ്. അത് ശരിയാണ്. 1, 3 ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. 29 ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി 1, 3 എന്നതാണ് ഉത്തരമായിട്ട് വരിക.
കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു ഉദാഹരണമാണ്. ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. ഇന്ത്യൻ പോലീസ് സർവീസ് എന്തിൽ ഉൾപ്പെടുന്നു? അഖിലേന്ത്യാ സർവീസിലാണ് ഉൾപ്പെടുന്നത്. നമുക്കറിയാം സിവിൽ സർവീസിന് മൂന്നായി തിരിക്കുന്നു: സ്റ്റേറ്റ് സർവീസ്, കേന്ദ്ര സർവീസ്, അഖിലേന്ത്യാ സർവീസ്. IPS, IAS, അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇത് മൂന്ന് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത്, അഖിലേന്ത്യാ സർവീസിൽ നിലവിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇവിടെ IPS എന്താണ്? അഖിലേന്ത്യാ സർവീസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? തെറ്റാണ്. A എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ആക്കാം, B ഓപ്ഷൻ ഡിലീറ്റ് ആക്കാം, C ഓപ്ഷനും ഡിലീറ്റ് ആക്കാം. ഇപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട എന്താണ്? ഓപ്ഷൻ D ആണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. ഇനി 31ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജനങ്ങളെ സാക്ഷരരാക്കുക എന്നത് ഇതിന്റെ ലക്ഷ്യമാണ്, അത് ശരിയാണ്. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം, അതും ശരിയാണ്. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്, അതും ശരിയാണ്. എല്ലാം ശരിയാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശ കമ്മീഷന് കേന്ദ്ര തലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളത്. കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വിവരാവകാശ കമ്മീഷന് കേന്ദ്ര തലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം സംസ്ഥാന തലത്തിലുണ്ട്, അപ്പൊ ഒന്ന് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ C എന്ന് പറയുന്ന ഓപ്ഷൻ ഡിലീറ്റ് ആക്കാം, B ഡിലീറ്റ് ആക്കാം, D എന്ന് പറയുന്ന ഓപ്ഷൻ ഡിലീറ്റ് ആക്കാം. അവിടെ നിന്ന് തന്നെ നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്തത് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത, അതും ശരിയാണ്. ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവരുടെ ധർമ്മം, അതും ശരിയാണ്. ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 33ാം ചോദ്യം ഓപ്ഷൻ C ആണ് ഉത്തരം. ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണെന്നാണ് അടുത്ത ചോദ്യം. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓപ്ഷൻ B ആണ്, സെറിബെല്ലം. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈഫോയിഡ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. 35ാമത്തെ ചോദ്യം ടൈഫോയിഡ്. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജത്തിന്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജത്തിന്റെ പ്രാഥമിക ഉറവിടം. അടുത്തത് ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് സ്രവിക്കുന്നത്. നമുക്കറിയാം പാൻക്രിയാസിലെ ആൽഫ കോശങ്ങളുണ്ട്, ബീറ്റാ കോശങ്ങളുണ്ട്. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ സ്രവിക്കുമ്പോൾ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ സ്രവിക്കുന്നത്. ഒന്ന് ശരിയാണ്. ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുകയല്ല, നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൈക്കോജൻ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇൻസുലിന്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു, അത് ശരിയാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ 1ഉം 3ഉം ശരിയാണ്, 2 എന്താണ്? തെറ്റാണ്. 37ാമത്തെ ചോദ്യം ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത്? അപ്പൊ ഇവിടെ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഓക്സിജൻ ആണ് ഉത്തരമായിട്ട് വരിക. കാർബൺ ഡയോക്സൈഡ്, മീഥൈൽ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ ഉൾപ്പെടും. ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ചെയ്ത്. ജീവകം A സിറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നു. ജീവകം D റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നു. ജീവകം B1 പെലഗ്ര എന്ന് നൽകിയ തെറ്റാണ്, B3 ആണ്. ജീവകം C സ്കർവി, അത് ശരിയാണ്. ഇവിടെ ഇതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. വെസ്റ്റ് നൈൽ പനി കാരണമായ രോഗമാണ് ഇത് തന്നെയാണ്, വൈറസ് തന്നെയാണ്. ഓപ്ഷൻ A ആണ് ഉത്തരമായിട്ട് വരിക. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതിയാണ് ഇത്? ആർദ്രം പദ്ധതി. ജനസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു ആർദ്രമുണ്ട്. ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം, അപ്പോൾ ഒരാൾ A എന്ന് പറയുന്നതിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. ഈ ഒരു ദിശയിൽ 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് അയാൾ എവിടെ എത്തിച്ചേർന്നു? ബിയിൽ എത്തുന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ഇതൊരു മട്ടത്രികോണമാണ്. അപ്പൊ മട്ടത്രികോണത്തിന്റെ കർണമാണ്. അപ്പൊ 4² + 3², അതിന്റെ റൂട്ട് എടുത്താൽ മതി. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അപ്പൊ 4ന്റെ സ്ക്വയർ 16, 16 + 9 റൂട്ട് 25 എന്ന് വരും. അതായത് 5 എന്നാണ് വരിക. ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ C ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇത് മാത്സിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, പക്ഷെ ഇവിടെ ഇത് ചോദിച്ചിരിക്കുന്ന സയൻസിന്റെ ഭാഗത്താണ്. നമുക്കറിയാം സ്ഥാനാന്തരം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം?
ഇവിടെ തന്നിരിക്കുന്നതിൽ മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്, ഒന്നും രണ്ടും തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും. അത് ശരിയാണ്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാക്കുന്നു, അത് തെറ്റാണ്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും, അതും തെറ്റാണ്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതമായിരിക്കും എന്നതാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തെറ്റായത് കണ്ടുപിടിക്കാനാണ്. ഒന്നും രണ്ടും തെറ്റാ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് 43ാമത്തെ ചോദ്യത്തിൻ്റെത്. പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈം ആണ്. വർക്ക് ബൈ ടൈം ആണ്. അപ്പൊ ഇവിടെ നോക്കുക, പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്, പവറിന്റെ യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അതേ സമയത്ത് വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂള്. പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂള്. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ എനർജിയുടെ യൂണിറ്റ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ വൈദ്യുതി അതിന്റെ ഒക്കെ അളവെടുക്കുന്ന ഈ ഒരു യൂണിറ്റിലാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നാസ ഗോസ് യു ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പരിവേഷണം. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുരവും കോഴിക്കോടുള്ള നല്ലളവുമാണ്. കായംകുളത്തുള്ള നാഫ്തയാണ് അവിടെ ഇന്ധനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടുമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോക സങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ആന്റിമണിയാണ്. ആന്റിമണി, കോപ്പർ, അതുപോലെ തന്നെ ടിന്ന് ബാബിറ്റ് മെറ്റലുണ്ട്, അതുപോലെ തന്നെ ലെഡ് ബാബിറ്റ് മെറ്റലും ഉണ്ട്. ടിന്ന് ബാബിറ്റ് മെറ്റലില് നമുക്ക് ടിന്നും ആന്റിമണിയും കോപ്പറും ആണ് പ്രധാനമായിട്ട് പറയാം. അപ്പൊ ഈ ബാബിറ്റ് മെറ്റലിൽ പ്രധാനമായിട്ട് ഏതുണ്ട്? ആന്റിമണിയും കോപ്പറും ഉണ്ട്. അതിൽ ടിൻ ബേസ്ഡ് ബാബിറ്റ് മെറ്റൽ ആണെങ്കിൽ ടിന്ന് വരും, ആന്റിമണിയും കോപ്പറിന്റെയും കൂടെ. ഇനി ലെഡ് ബേസ്ഡ് ബാബിറ്റ് മെറ്റൽ ആണെങ്കിൽ ആന്റിമണിയും കോപ്പറിന്റെയും കൂടെ ലെഡ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരം? ആന്റിമണിയാണ് നമ്മളിവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നതാണ് റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത്. എന്താണ് റീഗൽ വാട്ടർ എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോകം ഏതാ? ഓസ്മിയമാണ്. ഓപ്ഷൻ ഡി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് ഹൈദരാബാദിലാണ്. ലോക ശാസ്ത്ര ദിനം എന്നാണ്? നവംബർ 10-ാം തീയതിയാണ്. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച ആരാ? ജോസഫ് മുണ്ടശ്ശേരിയാണ്. അടുത്തത്, കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ. ഈ വരികൾ ഇടശ്ശേരിയുടെ വരികളാണ്. ഇത് കുറെ തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ആരാണ്? സുനിൽ ഛേത്രിയാണ്. ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ എപ്പോഴും PSC ചോദിക്കുന്നതാണ്, ഇന്ദുലേഖയാണ്. O ചന്തുമേനോന്റെ ഇന്ദുലേഖ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 55ാമത്തെ ചോദ്യമാണ്. 55ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇന്ദുലേഖ എന്നതാണ് ഉത്തരമായിട്ട് വരിക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? SK വസന്തനാണ് ഉത്തരം. 56ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. എന്നാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 2024 2024ലേക്ക് വരുമ്പോൾ അവിടെ NS മാധവനാണ്. ഹിക്വിറ്റ അതുപോലുള്ള കൃതികളൊക്കെ രചിച്ച NS മാധവനാണ് 2024 വരിക. അപ്പൊ 2024 ആരാണ്? NS മാധവൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത്, അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രത്തെക്കാൾ അറിയുന്ന എന്റെ നിലാനദിയാണ് എനിക്കിഷ്ടം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട എന്താണ്? നമ്മുടെ MT വാസുദേവൻ നായരാണ്. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരള സ്കൂൾ യുവജനോത്സവത്തിന്റെ മെയിൻ വേദിയിൽ ഈ ഒരു വരികൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നതിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെണ്ടയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? ഉത്തരമായിട്ട് വരേണ്ട റാം ആണ്. റോമൊക്കെ എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? സംഖ്യാ ഡാറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേര്, മാതൃ കമ്പനിയുടെ പേരാണ് മെറ്റ എന്ന് പറയുന്നത്. ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? ഇവിടെ റൂട്ടർ ആണ് ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം, ഏത് മാൾവെയർ ആണ് അതിന്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? നമ്മൾക്ക് അറിയാവുന്നതാണ് റാംസംവെയർ ആണ്. പലപ്പോഴായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ഇവിടെ PSCയുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ് എന്നതാണ് ഇവിടെ ശരിയല്ലാത്തത് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ശരിയാണ് ഈ ഒരു നിയമപ്രകാരം. വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്തൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്.
സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ശരിയാണ്. എന്നാൽ മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് 1993 65-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്താണ്? അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്ന് പറയുന്നത്. 66-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് 10 ലക്ഷം രൂപ വരെയാണ്. അതായത് ഓപ്ഷൻ എ ആണ് 67-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിലോ ഉത്തരം ലഭിക്കേണ്ട സമയപരിധി 48 മണിക്കൂറാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ അവിടെ അധ്യക്ഷ മാറിയിട്ടുണ്ട്. വിജയ കിഷോർ രഹത്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. വിജയ കിഷോർ രഹത്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് നിലവിൽ അധ്യക്ഷയായിട്ടുള്ളത്. വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പ് വരുത്തുന്ന നിയമം ഏതാണ്? വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് ഗാർഹിക പീഡന നിയമം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 70-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 70 GK ചോദ്യങ്ങളാണ്. സയൻസ് എല്ലാം ഉൾപ്പെടുന്നതാണ് പരിചയപ്പെട്ടത്. ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. പ്രത്യേകിച്ചും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.